കേരളത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള കേന്ദ്രാനുമതി ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. സംസ്ഥാനം തന്നെ കരാർ വിളിച്ച് പണം മുടക്കി മീറ്റർ സ്ഥാപിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാതൃകയിലാണ് കേരളത്തിലും സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുക. കരാർ കമ്പനി മുഴുവൻ തുകയും ചെലവഴിച്ച് മീറ്റർ സ്ഥാപിച്ച് പരിപാലിക്കുകയും ചെലവ് തുക ഗഡുക്കളായി തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ മാതൃകയാണ് കേന്ദ്രം നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇത് സ്വീകാര്യമല്ലെന്ന നിലപാടായിരുന്നു കേരളം. ഇപ്പോൾ കേന്ദ്രാനുമതി ലഭിച്ചതോടെ ആദ്യഘട്ടമായി 3 ലക്ഷം സ്മാർട്ട് മീറ്റർ വാങ്ങുന്നതിനുള്ള ടെൻഡറിലേക്ക് കടക്കാൻ KSEB തീരുമാനിച്ചിരിക്കുകയാണ്. 90,000 ട്രാൻസ്ഫോമറുകൾക്കും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വ്യവസായ ഉപഭോക്താക്കൾക്കും ആദ്യഘട്ടത്തിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കും. സ്വകാര്യ കമ്പനികൾക്കൊപ്പം കെൽട്രോണും ടെൻഡറിൽ പങ്കെടുക്കും. 2025 കേരളത്തിൽ 37 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നതിലൂടെ വിതരണ നഷ്ടം കുറയ്ക്കാനും വൈദ്യുതി വാങ്ങൽ ചെലവ് നിയന്ത്രിക്കാനും സഹായകരമാകും. വൈദ്യുതി ഉപയോഗം പരിശോധിക്കുന്നതിനും ആവശ്യമെങ്കിൽ വിച്ഛേദിക്കുന്നതിനും നേരിട്ട് ആൾ എത്തേണ്ട ആവശ്യമില്ല. ഉപയോക്താക്കൾക്ക് പ്രതിമാസം എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ആവശ്യമെന്നതെന്ന് സ്മാർട്ട് മീറ്ററിൽ രേഖപ്പെടുത്താം. ഉപയോഗം കൂടുമ്പോൾ മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിക്കും. വേണ്ടി വന്നാൽ വൈദ്യുതി ടോപ്പപ്പും ചെയ്യാം. സംസ്ഥാനത്തെ വൈദ്യുതി വിതരണ ചോർച്ച തടയാൻ സ്മാർട്ട് മീറ്ററാണ് ഒരേ ഒരു പരിഹാരമെന്ന് KSEB ചെയർമാൻ ബിജു പ്രഭാകറും പറയുന്നു. ട്രാൻസ്മിഷൻ നഷ്ടം ഏതാണ്ട് പരിധിക്കുള്ളിലാണ്. ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ വൈദ്യുതി ചോരുന്ന ട്രാൻസ്ഫോമറുകളും സിസ്റ്റങ്ങളും കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി നിരീക്ഷണ സംവിധാനവും വിവര സാങ്കേതിക വിദ്യയുടെ അടിത്തറയും ശക്തിപ്പെടുത്തണം. അതിന് വിതരണ മേഖലയിൽ വൻ നിക്ഷേപം ആവശ്യമാണ്. ഇപ്പോൾ നടന്നുവരുന്ന കേന്ദ്ര പദ്ധതിയായ RDSS, അതായത് നവീകരിച്ച വിതരണ മേഖലാ പദ്ധതി, നില മെച്ചപ്പെടുത്തണമെന്നാണ് പ്രതീക്ഷ. വൈദ്യുതി മോഷണത്തിന് ഏറെ സാധ്യത നിലവിലുണ്ട്. 1.39 കോടി ഉപയോക്താക്കളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. വൈദ്യുതി ചോർച്ച നിരീക്ഷിക്കുന്ന മീറ്ററുകളുടെ ഏതാണ്ട് 10% തുടർച്ചയായി കേടായിക്കൊണ്ടേയിരിക്കും. ഒരു ഉപഭോക്താവ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിട്ട് മീറ്റർ കേടാണെന്ന് പറഞ്ഞാൽ അതിലെ കള്ളത്തരങ്ങൾ പെട്ടെന്ന് കണ്ടെത്താനാകില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു ചെറിയ വിഭാഗം ജീവനക്കാരും കണ്ണടച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മോഷണം പെരുകാൻ കാരണമാകുന്നുണ്ടെന്നാണ് ബിജു പ്രഭാകരന്റെ നിരീക്ഷണം. ഓരോ ട്രാൻസ്ഫോമറിനെയും ഓരോ കോസ്റ്റ് സെന്ററുകളാക്കി മാറ്റാനാണ് ബോർഡിന്റെ ശ്രമം. വിതരണത്തിന് ഏതാണ്ട് 90,000 ട്രാൻസ്ഫോമറുകളാണ് ഉള്ളത്. അവയോരോന്നിലും എത്തുന്ന വൈദ്യുതി എത്രയാണ്, ഉപയോക്താക്കൾക്ക് കൊടുക്കുന്നത് എത്ര എന്ന് മനസ്സിലാക്കി നിർദ്ദിഷ്ട പരിധിയിൽ കവിഞ്ഞ നഷ്ടം കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മോഷണമുണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ശാസ്ത്രീയതയിലേക്ക് പോകാനാണ് വൈദ്യുതി ബോർഡിന്റെ ശ്രമം. വൈദ്യുതി മോഷണ വിരുദ്ധ സ്ക്വാഡിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നീക്കമുണ്ട്. മോഷണം പതിവാക്കുന്നവരുടെ വൈദ്യുതി ബന്ധം സ്ഥിരമായി വിച്ഛേദിക്കുന്നതും ആലോചിക്കേണ്ടി വരുമെന്ന് ബിജു പ്രഭാകർ പറയുന്നു. വില കുറഞ്ഞ വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ സാധാരണക്കാർക്ക് നൽകുന്ന വൈദ്യുതിയുടെ വില കുറയ്ക്കാനാകില്ല. നമ്മുടെ വൈദ്യുതി ആവശ്യത്തിന്റെ 70% പുറത്തുനിന്നാണ് വാങ്ങുന്നത്. കഴിഞ്ഞ വർഷം പീക്ക് സമയത്തെ വാങ്ങൽ നിരക്ക് യൂണിറ്റിന് 14 രൂപ വരെ ഉയർന്നിരുന്നു. KSEBയുടെ മുൻ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ജയിലിലായത് പ്രധാന വൈദ്യുത പദ്ധതികളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ തുടർന്നായിരുന്നു. ഇതൊക്കെ കാരണം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും മേധാവിമാരും വൻ ചെലവ് വരുന്ന ഉത്പാദന പദ്ധതികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അറയ്ക്കുന്ന സാഹചര്യമുണ്ട്. അടുത്ത 7 വർഷം 250 മെഗാവാട്ടിൽ താഴെയുള്ള ജലവൈദ്യുത പദ്ധതികൾക്ക് മാത്രമേ കേരളത്തിൽ കമ്മീഷൻ ചെയ്യാൻ സാധിക്കൂ. ഇത് തീരെ അപര്യാപ്തമാണ്. ഈ കാലയളവിൽ പ്രധാന PSP, അതായത് പമ്പ്ഡ് സ്റ്റോറേജ് പ്ലാന്റ്സ്, കാറ്റിനെ അടിസ്ഥാനമാക്കിയ പദ്ധതികൾക്ക് തുടക്കമാകില്ല. എന്നാൽ വില കുറഞ്ഞ വൈദ്യുതി ലഭിച്ചാൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഇന്ത്യൻ അണുശക്തി കോർപ്പറേഷൻ ഉൾപ്പെടെ നിരവധി സർക്കാർ ഏജൻസികളുമായി ചർച്ച നടക്കുന്നുണ്ട്. പലിശ കുറഞ്ഞ മൂലധനം ലഭിക്കുന്നതിനായി നബാർഡ്, ഗ്രാമീണ വൈദ്യുതീകരണ കോർപ്പറേഷൻ തുടങ്ങിയവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. സ്വകാര്യ സർക്കാർ കമ്പനികളുമായുള്ള സംയുക്ത സംരംഭങ്ങളും ആസൂത്രണം ചെയ്യുന്നു. വാങ്ങുന്ന വൈദ്യുതിക്ക് വില കുറഞ്ഞാൽ മാത്രമേ ഉപയോക്താക്കൾക്ക് വില കുറഞ്ഞ് വൈദ്യുതി നൽകാനാവൂവെന്നും ബിജു പ്രഭാകർ പറയുന്നു. വൈദ്യുതി മേഖലയിലെ സ്വകാര്യ നിക്ഷേപത്തിന് സഹായമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനെല്ലാം സമയവും വൻ മൂലധനവും ആവശ്യമാണ്. അടുത്ത 7 വർഷം വില കൂടിയ വൈദ്യുതി വാങ്ങേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ വൈദ്യുതി ലഭ്യമാക്കാൻ സോളാർ, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങളിൽ നിക്ഷേപിക്കുക എന്ന മാർഗം മാത്രമേ
ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ജലവൈദ്യുതി, PSP സോളാർ, കാറ്റ്, കടൽക്കാറ്റ് ടർബൈനുകൾ എന്നിവയിൽ നിക്ഷേപം നടത്തി മറ്റൊരു 7000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അടിത്തറ പാകണം. ഈ രീതിയിലുള്ള ശ്രമങ്ങളിലൂടെ 2030 സ്വയം പര്യാപ്തതയും വില കുറഞ്ഞ വൈദ്യുതി ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും ബിജു പ്രഭാകർ വ്യക്തമാക്കുന്നു.